എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ നല്ല മൊരിഞ്ഞ നല്ല ക്രിസ്പി ആയിട്ടുള്ള കളറോ അല്ലെങ്കിൽ സോഡപ്പൊടിയോ ഒന്നും തന്നെ ചേർക്കാണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നല്ല അടിപൊളി ഒരു ചിക്കൻ പക്കവടയുടെ റെസിപ്പിയാണ്. ഒരുപാട് ചിക്കനൊന്നും വേണ്ട കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമ്മൾ കറി വെക്കാനൊക്കെ കൊണ്ടുവരുന്ന അതിൽ നിന്ന് ഒരു കൈപ്പിടി നമുക്ക് മതി കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് എടുക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിതാ കറി വെക്കാൻ കൊണ്ടുവന്ന ചിക്കനിൽ നിന്ന് അത് എല്ലില്ലാത്ത ചെറിയൊരു 2-3 പീസ് ചിക്കൻ എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതാ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 4 വലിയ സവാള എടുത്തിട്ടുണ്ട്. ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞതും ചെറുതായി അരിഞ്ഞിട്ടുള്ള പച്ചമുളക്, ഇഞ്ചി ഞാനൊന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈകൊണ്ട് തന്നെ ആദ്യം നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കുക. ഈ ഒരു വീഡിയോ നമ്മൾ കുറേ മുന്നേ എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ്, ഇപ്പോഴാണ് കേട്ടോ ഇത് പോസ്റ്റ് ചെയ്യുന്നത്. കൈകൊണ്ട് തിരുമ്മി പിടിപ്പിച്ചതിന് ശേഷം ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ്റെ പീസസാണ്. ഈ ഒരു ചെറിയ പീസായിട്ട് ഇത് ഈ ഒരു വലിപ്പത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. ഇനി ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് 1.5 ടേബിൾ സ്പൂണ്. 1/2 ടീസ്പൂണ് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കടലമാവിൻ്റെ അളവ് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. നമ്മൾ കുഴച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ വേണമെന്നുണ്ട് ചേർത്ത് കൊടുത്താൽ മതി. 1/4 കപ്പ് അരിപ്പൊടി, 1/4 കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. കുഴച്ചെടുത്തതിന് ശേഷം വേണം വെള്ളം കുറേശ്ശെ ആഡ് ചെയ്തിട്ട് നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട്. നമ്മൾ ഇതിന് മുന്നേ 2 ദിവസം മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്ന പക്കവടയുടെ റെസിപ്പിയില്ല, ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ മാവ് റെഡിയാക്കി എടുക്കാനായിട്ട് നമ്മൾ. അപ്പോൾ നമ്മൾ കളറ് ഇതിൽ കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്, അല്ലാതെ ഫുഡ് കളർ ചേർക്കുന്നില്ല. സോഡപ്പൊടിയും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. അല്ലാതെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ഈ ഒരു പക്കവട ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഞാനിപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം മാത്രം ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കുഴച്ച് മിക്സാക്കിയതിന് ശേഷം വീണ്ടും വെള്ളം വേണം തോന്നുകയാണെങ്കിൽ 1/4 ഗ്ലാസും കൂടി ഒഴിച്ചു കൊടുത്താൽ മതി. ഈ ഒരു പാകത്തിന് ഇതാ മാവ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല. നമ്മൾ എണ്ണ ചൂടാകുന്ന ആ ടൈം മാത്രം മതി നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. കുറേശ്ശെ നുള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു സവാളയും ചിക്കനൊക്കെ കുഴച്ചെടുക്കുമ്പോൾ എല്ലാത്തിലും ചിക്കൻ്റെ പീസസ് ഉണ്ടാവും. കാരണം ചിക്കൻ ചെറിയ പീസസ് ആയിട്ടാണല്ലോ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ടുള്ളത്. പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുഞ്ഞു പീസായിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നത്. വലിയ പീസാക്കി ഇട്ട് കൊടുക്കരുത്. അതുപോലെ തന്നെ ചിക്കൻ്റെ പീസസ് എല്ലാം ഒരുപാട് വേണ്ട കേട്ടോ. നമ്മൾ ചിക്കൻ്റെ പീസസ് എല്ലാം ഈ ഒരു പക്കവടയിൽ മുന്തി നിൽക്കേണ്ടത് സവാളയും അതിനോടൊപ്പം തന്നെ ചിക്കൻ്റെ പീസസ് വേണം. അതുകൊണ്ട് തന്നെ ഒരുപാട് ചിക്കൻ്റെ ഇത് വേണ്ട, കുറേശ്ശെ മതി. അങ്ങനെ ഇതാ 2 വശം നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം നമുക്ക്. കുറച്ച് മുന്നേ എടുത്ത വീഡിയോ ആണെന്ന് ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ട് തന്നെ കുറച്ച് ക്ലിയർ കുറവുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും 2-3 പച്ചമുളകും കൂടി ഫ്രൈ ചെയ്തതിന് മേലേക്ക് ഗാർണിഷിനായിട്ടൊരു ഫോട്ടോ എടുക്കാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് അതും കൂടി ചേർത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ നല്ല മൊരിഞ്ഞിട്ടുള്ള ചിക്കൻ പക്കവടയുടെ റെസിപ്പി ഇതാ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ എല്ലാവരും. കുഞ്ഞു വീഡിയോ ആണ്, വീഡിയോ മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് കേട്ടോ. നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.